11 മണിക്ക് അടയ്ക്കേണ്ട ബാറ് 10:30 ആകുമ്പോൾ ലൈറ്റ് ഓഫ് ആകും. നമ്മൾ നമ്മുടെ പൈസ മുടക്കി ജോലിയിലെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ 2:30 അടിക്കാൻ പോകുമ്പോഴാണ് ഇവർ 10:30 ലൈറ്റ് ഓഫ് ആക്കുന്നത്. ഇപ്പോൾ എക്സൈസ് മന്ത്രി MP രാജേഷ് പറയുന്നത് അദ്ദേഹം ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ സമയം മാറ്റിയിട്ടില്ല. ഈ സമയം മാറ്റിയതുകൊണ്ട് എന്ത് ഗുണമുണ്ട് അടിക്കുന്നവർക്ക്? എല്ലാ ബാറുകൾക്കും ഒരേ സമയമാക്കി, 2 തരമില്ല. അവർ ചെവുക്കൽ അടിച്ചു പറിക്കും, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതായത് ടൂറിസം എന്ന് പറഞ്ഞ ഒരു തരവും സാധാരണക്കാരുടെ ബാർ എന്ന് പറഞ്ഞ് മറ്റൊരു തരവും ഇല്ല. അല്ലാതെ ഒരിക്കലും മദ്യപിക്കാത്തവൻ്റെ അടുത്ത് ചെന്നിട്ട് നീ കുടിച്ചേ പറ്റൂ, ഒന്ന് പൊളിച്ചിന്ന് ഒഴിച്ചു തരാമെന്ന് ആരും പറയത്തില്ലെന്നേ. അടിക്കുന്നവരോട് അവർ കമന്റ് ചെയ്യട്ടെ. രാവിലെ 10 മണിക്ക് ബാറിൽ കയറി ഒരാൾ ഇരുന്നാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 12 മണി വരെ അവൻ അവിടെ ഇരിക്കും. അതായത് അവന്റെ ഉറക്കവും ബാറിൽ തന്നെ ആയിരിക്കും. നമസ്കാരം, വൺസ് അഗൈൻ ഞാൻ അജിൻ വർഗീസ്. എന്നോടൊപ്പം ഇന്ന് ഫാരിസാണ്. ഫാരിസ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യുവാക്കൾ ആഹ്ലാദ പ്രകടനം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഫാരിസിന്റെ നിലപാടെന്താണ്? അജിൻ, ഈ ബാറുകളുടെ സമയത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 11 മണി മുതൽ രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് സ്വകാര്യ ബാറുകൾ പ്രവർത്തിക്കുന്നത്. ഇതുവരെയുള്ള പ്രവർത്തന സമയം. വർഷങ്ങളായി ബാർ ഹോട്ടൽ ഉടമകളുടെ ഒരു ആവശ്യമായിരുന്നു അവർക്ക് ഈ ബാറിന്റെ സമയം വർദ്ധിപ്പിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ലക്ഷങ്ങൾ ടാക്സ് കൊടുത്ത് അല്ലെങ്കിൽ ലൈസൻസ് കൊടുത്താണ് ഈ ബാറുകളൊക്കെ പ്രവർത്തിക്കുന്നത്. നിലവിൽ നമുക്കറിയാം, ഈ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ബെവറേജസ് ഔട്ട്ലെറ്റുകൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് രാത്രി 9 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് കൂടുതൽ ആളുകളും ഈ ബാറുകളെ ആശ്രയിക്കുന്നത്. ആശ്രയിക്കാൻ തന്നെ ഉള്ള കാരണം എന്ന് പറയുന്നത് ബാറിൽ നിന്ന് അടിക്കുന്ന പൈസ ഇല്ല ബിവറേജില്. തീർച്ചയായും. അപ്പോൾ ഈ ബിവറേജ് സമയം കഴിഞ്ഞാൽ മാത്രം. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഈ 11 മണിക്ക് ബാറ് പൂട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാത്രിയൊക്കെ 10 മണിക്കൊക്കെ ജോലി കഴിയുന്ന ആളുകൾക്ക്, അതായത് മദ്യപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് ജോലി ചെയ്യുന്നു, 11 മണിക്കുള്ളിൽ ഈ ബാറിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടുണ്ട്, ഒരു ഓട്ടപ്പാച്ചിലുണ്ട്. പ്രത്യേകിച്ച് ബൈക്ക് കൊണ്ടൊക്കെ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ വാഹനം കൊണ്ടൊക്കെ പോകുന്ന ആളുകൾ അപകടത്തിൽ പെടുന്നതും ഒക്കെ സംഭവ വികാസം നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ പിന്നീട് ഈ സമയത്തേക്ക്, അതായത് 11 മണി ഈ അടക്കാൻ നേരത്തേക്ക് അവിടെ എത്തുമ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ അവിടുത്തെ ബാറിലെ ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും മദ്യം കൊടുക്കാത്തതിന്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഫാരിസ് പറയുന്ന പോലെ സമയം മാറ്റുന്നു, ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ആഹ്ലാദിക്കുന്നു, 2 അടിക്കുന്നവർ കേട്ടോ. ഈ സമയം മാറ്റിൽ എനിക്ക് വലിയ അത്ഭുതമില്ല. കാരണം 11 മണിക്ക് അടയ്ക്കേണ്ട ബാറ് 10:30 ആകുമ്പോൾ ലൈറ്റ് ഓഫ് ആകും. നമ്മൾ നമ്മുടെ പൈസ മുടക്കി ജോലിയിലെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ 2:30 അടിക്കാൻ പോകുമ്പോഴാണ് ഇവർ 10:30 ലൈറ്റ് ഓഫ് ആക്കുന്നത്. അതും ബിവറേജ് കിട്ടുന്ന പൈസയാണോ ബാറിൽ 2:30 അടിക്കുമ്പോൾ? അല്ല, ഇരട്ടി കൊടുത്താണ്. ഈ സമയം മാറ്റിയതുകൊണ്ട് എന്ത് ഗുണമുണ്ട് അടിക്കുന്നവർക്ക്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം കാശിന് മദ്യപിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവർ അത്രയും പൈസ കൊടുത്തിട്ട് അടക്കുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ 10:30 തന്നെ നേരത്തെ അടക്കുന്നത് എന്നാണ് ബാർ മുതലാളിമാർ അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഭവം, ഈ വിഷയം നേരത്തെ തന്നെ ചർച്ചയിലിരിക്കെ, അതായത് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ സംവിധാനം ഈ ടൂറിസം മേഖലയിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വന്നിരുന്നു. ആ സമയത്തും വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഈ ടൂറിസം മേഖലയിലുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ ബാറുകൾ 12 മണിക്കാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജില്ലാ അതിർത്തി ഒന്ന് കൂട്ടുക, അല്ലെങ്കിൽ ഒരു ടൂറിസം മേഖലയും സാധാരണ മേഖലയിലേക്ക് മാറ്റുമ്പോൾ ഒരു തൊട്ടടുത്തുള്ള ബാറ് 12 മണി വരെ പ്രവർത്തിക്കുന്നു, ഇപ്പുറത്തെ ബാറ് 11 മണിക്ക് പൂട്ടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം വർദ്ധിപ്പിക്കുകയല്ല, ഏകീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നതാണ് സർക്കാർ പറയുന്നത്. ഇപ്പോൾ എക്സൈസ് മന്ത്രി MP രാജേഷ് പറയുന്നത്, അദ്ദേഹം ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ സമയം മാറ്റിയിട്ടില്ല, വ്യക്തമാക്കിയിട്ട് പറയുന്നു, ഞങ്ങൾ സമയം മാറ്റിയിട്ടില്ല. പ്രതിപക്ഷത്തോട് പോലും ഇത് കാര്യം ചർച്ച ചെയ്തുകൊണ്ട് പ്രതിപക്ഷം പോലും സമ്മതിച്ചിട്ടുണ്ട് ഈ സമയം മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് എല്ലാ ബാറുകൾക്കും ഒരേ സമയമാക്കി, 2 തരമില്ല. അതായത് ടൂറിസം എന്ന് പറഞ്ഞ ഒരു തരവും സാധാരണക്കാരുടെ ബാർ എന്ന് പറഞ്ഞ് മറ്റൊരു തരവും ഇല്ല. അപ്പോൾ എല്ലാവരും ഒരേ സമയം കഴിക്കട്ടെ, എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു നിലപാടാണ്. ഇപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നത് KCBC പോലെയുള്ള മദ്യവിരോധന അല്ലെങ്കിൽ മദ്യത്തിനെതിരെയുള്ള ജനകീയ പ്രശ്നങ്ങൾ കൂടുതലായി ഇടപെടുന്നവരൊക്കെ പറയുന്നത്, ഈ
12 മണിക്കൂറിലധികമാണ് ഇനി അങ്ങോട്ട് ബാറുകൾ പ്രവർത്തിക്കുക. രാവിലെ 10 മണിക്ക് തുറന്നാൽ രാത്രി 10 മണി വരെ ആകുമ്പോഴാണല്ലോ നമ്മളൊരു 12 മണിക്കൂർ എന്ന് കണക്ക് കൂട്ടുക. ഇതിപ്പോൾ എന്താണ് 12 മണി, അത് അഡീഷണൽ 2 മണിക്കൂർ. അപ്പോൾ 12 മണിക്കൂർ കൂടാതെ 2 മണിക്കൂർ കൂടി കൂടുതൽ പ്രവർത്തിക്കുന്നു. ഈ കാരണം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് ബാറിൽ കയറി ഒരാൾ ഇരുന്നാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 12 മണി വരെ അവൻ അവിടെ ഇരിക്കും. അതായത് അവന്റെ ഉറക്കവും ബാറിൽ തന്നെ ആയിരിക്കും. അത്തരത്തിൽ പൊതുജനങ്ങൾ മൊത്തം ഈ മദ്യത്തിന് അല്ലെങ്കിൽ മദ്യാസക്തിയിലേക്ക്, അഡിക്ഷനിലേക്ക് പോകും. പറഞ്ഞു വരുന്നത് എന്താ, മദ്യപിക്കാത്തവർക്ക് പോലും ഇതൊരു പ്രോത്സാഹനമാണെന്നാണ്. ഈ ഫാരിസെ മദ്യപിക്കാത്തവന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല മദ്യപിക്കുന്നവൻ അവന്റെ പൈസയ്ക്ക് അവൻ അടിക്കുന്നു. അല്ലാതെ ഒരിക്കലും മദ്യപിക്കാത്തവൻ്റെ അടുത്ത് ചെന്നിട്ട് നീ കുടിച്ചേ പറ്റൂ, ഒന്ന് പൊളിച്ചിന്ന് ഒഴിച്ചു തരാമെന്ന് ആരും പറയത്തില്ലെന്നേ. അടിക്കുന്നവനോട് അവർ കമന്റ് ചെയ്യട്ടെ. തീർച്ചയായും. അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം സംസ്ഥാന സർക്കാർ നൽകുന്ന മദ്യമാണല്ലോ, അല്ലാതെ സ്വകാര്യമായിട്ട് ആർക്കും വാറ്റി കുടിക്കുകയല്ലോ. സർക്കാർ ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ മുടക്കി നമ്മൾ കുടിക്കുന്നു. ഇനി വാറ്റി കുടിച്ചാൽ അത് വേറെ കേസാ ആണോ? തീർച്ചയായും. എന്തോ ചെയ്താലും പ്രശ്നമാണോ? ഇതിപ്പോ സർക്കാർ, അതായത് ഈ പ്രതിഷേധിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവർ മദ്യപിക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. ഫാരിസെ മദ്യപിക്കാത്തവർ എതിർത്തോട്ടെ. മദ്യപിക്കുന്നവർ ഒരു ശല്യവും ഇല്ലാതെ അവരവരുടെ പൈസയ്ക്ക് അടിച്ചിട്ട് അവരവരുടെ വഴിക്ക് പോട്ടെ. മദ്യപിക്കാത്തവർ എപ്പോഴും പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, സമയം കൂട്ടിക്കഴിഞ്ഞാൽ റോഡിൽ കിടക്കും. സുഹൃത്തെ, അടിച്ച് റോഡിൽ കിടക്കണമെന്ന് തോന്നി അവൻ കിടക്കുക തന്നെ ചെയ്യും. എത്ര നിയമസമ്പ്രദായം മാറിയാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അതൊരു പൊതുശല്യമാണെന്നാണ് ഇവർ പറയുന്നത്. എങ്കിലും ഇപ്പോൾ ഈ സമയക്രമത്തെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ മദ്യം മാത്രമാണോ ഇപ്പോൾ ഒരു ലഹരി വസ്തുവായിട്ടുള്ളത്? അല്ലല്ലോ. ഇപ്പോൾ യുവാക്കൾ മാറിപ്പോകുമെന്നാണ് പറയുന്നത്. എത്ര യുവാക്കൾ ഇപ്പോൾ മദ്യം ഒന്നുമില്ല, അടിച്ച മണമുണ്ട്. ഈ മണമില്ലാത്ത പല ലഹരിയും യുവാക്കൾ അടിക്കുന്നുണ്ട്. ഇതാർക്കും ചർച്ച ചെയ്യണ്ടേ? MDMA അടക്കം ഉള്ളവയുണ്ട്. തീർച്ചയായിട്ടും. MDMAക്ക് എവിടെ മണം? എങ്ങനെ അത് ഉപയോഗപ്പെടുത്തിയാൽ? ആ മെഷീനൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സംസ്ഥാന പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടേ ഉള്ളൂ. MDMA പരിശോധിക്കുക, അതായത് നമ്മുടെ ഉമിനീർ വഴി ഉപയോഗപ്പെടുത്തി ഉമിനീർ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കുന്ന ഒരു മെഷീൻ. എല്ലാ അമ്മമാരും ഈ ഉമിനീര് അളക്കുന്ന മെഷീൻ വെച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ആരിസ് പറയുന്നത്. അല്ല, സംസ്ഥാന പോലീസിന് പോലും ഇപ്പൊ അടുത്താണ് അത് കെട്ടിയിരിക്കുന്നത്. മദ്യപിച്ചാൽ ഇത്തരത്തിലുള്ള സംഗതികൾ മനസ്സിലാകുന്നുണ്ട്. അത് മാത്രമല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും ഏറ്റവും വലിയ തെറ്റായി കാണുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതലായി മദ്യപിച്ചവരെ പിടികൂടുന്ന സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ഈ ട്രാഫിക് നിയമലംഘനങ്ങൾ, രാജ്യത്തുടനീളമുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾ പിടികൂടുന്നതിൽ 2ാം സ്ഥാനത്താണ് കേരളം. 1ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്. ഈ 2ാം സ്ഥാനം ഇത് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടിയതും ലൈസൻസ് സസ്പെൻഡ് ചെയ്തതും അടക്കമുള്ള കേസുകളിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സമയം വർദ്ധിപ്പിക്കുമ്പോൾ മറ്റൊരു വശത്ത് എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഇനി കൂടുതൽ പോലീസ് പട്രോളിംഗ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മദ്യപിച്ചവർക്ക് അങ്ങനെ എളുപ്പത്തിൽ പോകാൻ പറ്റുമെന്ന് പറയില്ല. എന്നാൽ എങ്ങനെയൊക്കെ ആയാലും വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ബിരുദന്മാരും ഉണ്ട്. അതിപ്പോ എത്ര പോലീസ് ഉണ്ടെങ്കിലും മദ്യപിച്ചവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെ എന്തായാലും ഈ യുവാക്കൾ മാത്രം ഈ മദ്യപാനത്തിലേക്ക് കടന്നു പോകുമോ എന്നുള്ളൊരു, അല്ലെങ്കിൽ യുവാക്കൾ മാത്രമേ മദ്യപിക്കുന്നുള്ളൂ എന്ന രീതിയിലേക്കൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ഈ ടൂറിസത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരം ഇളവുകൾ സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് പറയുമ്പോൾ ഈ മദ്യവിരോധ സമിതി അടക്കമുള്ളവർ പ്രത്യേകിച്ച് പറയുന്നത് ഇവിടുത്തെ ഈ അവരുപയോഗിച്ചൊരു വാക്ക് തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാട്ട ബ്രാൻഡി അടിക്കാൻ, അതായത് കേരളത്തിൽ കിട്ടുന്ന ഈ ഒരു മാട്ട ബ്രാൻഡി അടിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ ഈ ഗോഡ്സോൺ കൺട്രിയിലേക്ക് മാട്ട ബ്രാൻഡി അടിക്കാൻ വേണ്ടി? മാട്ട ബ്രാൻഡിക്ക് ഒരു രുചിയുണ്ട് കേട്ടോ, പറയുന്നവർ അത് ഓർത്തോണേ. അല്ല, അങ്ങനെയൊക്കെയാണ് അവർ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കാണുന്നത് ഇപ്പൊ ടൂറിസം, ഇപ്പോൾ മലയാളികളാകട്ടെ ഇന്ത്യക്കാരാകട്ടെ, അവർ കഴിക്കുന്ന രീതിയിലല്ല വിദേശികളുടെ കഴിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു കമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഡ്രിങ്ക്, ചിയേഴ്സ് എന്ന് പറഞ്ഞ രീതിയിൽ, അങ്ങനെ അതിനാണ് ഈ കമ്മ്യൂണിറ്റി ഡ്രിങ്ക് എന്ന് പറയുന്നത്. എന്തായാലും ഈ സമയക്രമത്തെ കുറിച്ച് അത് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ മാറ്റണമോ വേണ്ടയോ എന്നെല്ലാം ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ഒക്കെ സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ഞാൻ എപ്പോൾ മദ്യപിക്കണം, അല്ലെങ്കിൽ ഞാൻ കുടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. എന്തായാലും ഒരു ലഹരിയും നാടിനോ നാട്ടുകാർക്കോ നല്ലതല്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിഷയമായി പറഞ്ഞത്.